ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. SIT അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിക്ക് ഇന്ന് കൈമാറും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന SIT ആവശ്യവും ഇന്ന് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തകർത്ത് മഴ പെയ്യുന്നു കൊച്ചിയിൽ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആകാശത്തിന് കീഴെ മഴയില്ലല്ലോ. മഴ അല്പം മാറി നിൽക്കുകയാണ്. നേരത്തെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കൊച്ചി രാവിലെ മുതൽ കനത്ത മഴയുണ്ട്. ഇടവിട്ടിടവിട്ടാണ് പെയ്യുന്നത് മാത്രം. പക്ഷേ പെയ്യുന്ന മഴയൊക്കെ വലിയ ശക്തിയോടുകൂടിയാണ് പെയ്യുന്നത്. ഇനി വാർത്തയിലേക്ക് വന്നാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ കേസിൽ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു പരിശോധനാ ഫലമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ പരിശോധനാ ഫലം അത് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയെ ഇന്ന് ദേവസ്വം ബെഞ്ചിനെ ഇന്ന് SIT അറിയിക്കും. ഒപ്പം തന്നെ അന്തിമ റിപ്പോർട്ട് അതല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കാം എന്നതിന്റെ ഒരു ഫൈനൽ തീയതിയോ ഇന്ന് SIT അറിയിക്കും. 2/10/2025 ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ 7 മാസത്തോളം കടക്കുന്നു. അതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം പോലും ഉയർന്നിരുന്നു. SIT അന്വേഷണം കാര്യക്ഷമമല്ല എന്ന വിമർശനമൊക്കെ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. SITയുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എല്ലാം ഹൈക്കോടതിക്ക് മുമ്പാകെ വരും. ഹൈക്കോടതി ആ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടും കൂടി പരിശോധിച്ച് ഒരു വലിയ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റിസ് വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഒപ്പം തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT ഒരു ഹർജി നൽകിയിരുന്നു. അതിലെ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അതും ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.